ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് അവൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ വലിയവനായ ദൈവം ബലഹീനനായി എനിക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് നമ്മുടെ ആയുസ്സിൽ വീണ്ടും ഒരവസരം കൂടെ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദൈവത്തിൻ്റെ വചനം അതൊരു ശക്തിയുള്ള വാളായിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിരാശകൾ മാറും, നമുക്ക് പ്രത്യാശ കൈവരും. നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസങ്ങൾ മാറും, നമുക്ക് വിശ്വാസം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കിട്ടുന്നത് വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന്. നമുക്ക് വിശ്വാസം കിട്ടുന്നത് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ദൈവിക കരുതലിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ദൈവിക നടത്തിപ്പിലുള്ള വിശ്വാസം. ഇങ്ങനൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുന്നത് വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. ദൈവവചനം, ആ വചനമാണ് നാം തുടർന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദവാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവമക്കൾക്ക് കൊടുക്കുന്നതായ ഒരു സന്ദേശമാണിത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ബുദ്ധിയുപദേശത്തിനായി പറഞ്ഞു തരുന്നതായ ചില ദൃഷ്ടാന്തങ്ങൾ, അത് നാം ചില അവസരങ്ങളിലായി ദൈവവചനത്തിൽ നിന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധിയുപദേശത്തിനായി പറഞ്ഞു തരുന്നതായ ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, പഴയ നിയമത്തിലൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശലോമോൻ എന്നാണ്. ഈ ശലോമോൻ രാജാവിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ് ശൗലായിരുന്നു. ശൗലിന് ശേഷം ഇസ്രായേലിൽ രാജാവായി വന്നത് ദാവീദാണ്. ദാവീദ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഇസ്രായേലിൻ്റെ മധുര ഗായകനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു, രാജാവായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ദാവീദ്. ദാവീദ് ഇസ്രായേലിൽ 40 വർഷക്കാലം രാജാവായിട്ട് വാണു. ഈ ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് എന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായ ഒരു ദൈവിക സാക്ഷ്യമാണ് ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ശരിയാണ്, ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പല വീഴ്ചകളും സംഭവിച്ചു. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിച്ച്, ദൈവം അതിൽ നിന്നെല്ലാം കഴുകി, ദൈവം അതിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിച്ച് വിശുദ്ധീകരിച്ച് ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തു. പ്രിയപ്പെട്ടവരെ, നാം ഇത് വായിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരാഗ്രഹം വരുന്നുണ്ടോ? ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, പല ഭാഗങ്ങളും വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാറുണ്ട്. ഞാനങ്ങനെയൊന്നും ആയിത്തീർന്നിട്ടല്ല, പക്ഷേ ഞാൻ രഹസ്യത്തിലിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ദാവീദിനെ നീ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി തീർത്തെങ്കിൽ എനിക്കും അങ്ങനെ ഒരു അനുഭവം ലഭിക്കുകയില്ലേ? എനിക്കും അങ്ങനെ ഒരു അനുഭവം തരാമോ കർത്താവേ എന്ന് ഞാൻ എൻ്റെ എളിമയിൽ, ഒന്നുമില്ലായ്മയിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് എനിക്കത് തരുമെന്ന്. ഞാൻ പ്രത്യാശിക്കുകയാണ് കർത്താവ് എനിക്കത് തരുമെന്ന്. കാരണം ദൈവത്തിന് വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും.
അതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നല്ല നല്ല ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായിട്ട് ഉയരണം. ഇവിടെ ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി തീരുക, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക. ഇതിൽ പരം ഭാഗ്യം എന്താണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമുക്കത് ആഗ്രഹിക്കാനും കൊതിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയതായൊരു വിഷയമല്ലേ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെപ്പോലെയുള്ള നമുക്ക് സമസ്വഭാവമുള്ള ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയതല്ലേ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നതല്ലേ. അത് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം നമുക്കത് സാധിപ്പിച്ചു തരും. നമ്മുടെ ഹൃദയത്തിലെ നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവർ, വീണ്ടും ദാവീദിനെക്കുറിച്ച് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിനെക്കുറിച്ചൊരു കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ വായിക്കുന്നത്? ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തു വലിയ ഒരു ദൈവിക സാക്ഷ്യമാണിത്. ദാവീദിനെക്കുറിച്ച് പറയുകയാണ്, ദൈവം ഹൃദയത്തിൽ സന്തോഷത്തോടെ പറയുകയാണ് ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. വീണ്ടും അടുത്ത വാക്യം, ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാമോ? ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങനെ ഒരു കൊതി വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്നെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ലജ്ജയോടും വളരെ സങ്കടത്തോടും കൂടി ഓർക്കുകയാണ്. എന്നെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്തെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിന് വചനം കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വീഴ്ച വന്നു. പക്ഷെ ഞാൻ നിരാശപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം വീഴ്ചകൾ വന്നാലും, എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം കെടുതികൾ സംഭവിച്ചാലും എല്ലാം കഴുകിത്തരുവാൻ ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ പുണ്യാഹ രക്തമുണ്ട്. എൻ്റെ ധൈര്യം അവിടെയാണ്, എൻ്റെ പ്രത്യാശ എവിടെയാണ്? എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചാലും, എന്തെല്ലാം പാപങ്ങൾ വന്നാലും എല്ലാം കഴുകിത്തരുവാൻ കാൽവറിയിൽ ചൊരിഞ്ഞതായ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ ദൈവവചനത്തിൽ കർത്താവ് സൗജന്യമായൊരു വിശ്വാസം തന്നു, ഒരു എളിയ വിശ്വാസം തന്നു. എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചാലും, ആരെല്ലാം നമ്മളെ വെറുത്താലും, ആരെല്ലാം നമ്മളെ മറന്നു കളഞ്ഞാലും, നമ്മെ മറക്കാത്തൊരു ദൈവമുണ്ട്, നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പാപങ്ങൾ കണക്കിടുന്നൊരു ദൈവമല്ല. നാം ദൈവസന്നിധിയിലേക്ക് വന്ന് അപ്പാ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ, കർത്താവെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു തരുന്ന, കഴുകിത്തരുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. പിന്നെ നാം എന്തിനാണ് പ്രിയപ്പെട്ടവരെ നിരാശപ്പെടുന്നത്? നാം എന്തിനാണ് നിരാശപ്പെട്ട് പുറകോട്ട് പോകുന്നത്? നാം എന്തിനാണ് തളർന്നിരിക്കുന്നത്? നമ്മെ കഴുകാൻ യേശുവുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്. നമുക്ക് ആ ക്രൂശിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ക്രൂശിലെ തിരുരക്തത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നാം ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിരാശയുടെ ആവശ്യമില്ല. യേശു ജീവിക്കുന്നുണ്ട്, യേശു നമ്മെ സ്നേഹിക്കുന്നവനാണ്, യേശു നമ്മെ കഴുകുന്നവനാണ്. ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞതായ സാക്ഷ്യം ആ ബർശേബയുടെ കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിലും അവൻ്റെ വചനം വിട്ട് മാറിയിട്ടില്ല എന്നാണ് ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിൻ്റെ മകനാണ് ശലോമോൻ. ശലോമോനും ഇസ്രായേലിൽ 40 വർഷക്കാലം രാജാവായിട്ട് വാഴുകയുണ്ടായി. ഈ ശലോമോൻ്റെ കാലത്താണ് ശലോമോൻ്റെ പ്രൗഢിയുടെ പ്രതീകമായ യെരൂശലേം ദേവാലയം ഇസ്രായേലിൽ പണിയുന്നത്. ഏതാണ്ട് 2 ലക്ഷം വേലക്കാർ 7 വർഷത്തോളം തുടർച്ചയായി പണിതതിൻ്റെ ഫലമായിട്ടാണ് യെരൂശലേം ദേവാലയം എന്ന് പണിയുന്നത്. 2 ലക്ഷത്തോളം വേലക്കാർ തുടർച്ചയായി 7 വർഷക്കാലം തുടർച്ചയായി പണിതതിൻ്റെ ഫലമായിട്ടാണ് യെരൂശലേം ദേവാലയം ഇസ്രായേലിൽ പണിതുയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ BC 597 വന്ന ആ യെരൂശലേം ദേവാലയം, യെരൂശലേം ഇസ്രായേൽ രാഷ്ട്രം തകർക്കുന്നത് വരെ വളരെ തലയുയർത്തി അഭിമാനത്തോടെ നിന്നിരുന്നതായ ആ ദേവാലയം ഏതാണ്ട് 380 വർഷക്കാലം
അത് വളരെ പ്രൗഢിയോടെ തന്നെ അവിടെ നിലനിന്നു. അങ്ങനെ അനേകം കാര്യങ്ങളിൽ അഭിമാനിക്കാനും സന്തോഷിക്കാനും പുകഴാനുമുള്ള ആളായിരുന്നു ഈ ശലോമോൻ എന്ന് പറയുന്നത്. ശലോമോൻ വലിയൊരു മഹാജ്ഞാനിയായിരുന്നു. ശലോമോൻ ഒരു കവിയായിരുന്നു. നാം തിരുവചനത്തിൽ ശലോമോൻ്റേതായി കരുതപ്പെടുന്ന 3 പുസ്തകങ്ങൾ നാം ഈ വേദപുസ്തകത്തിൽ നമുക്കുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം, സഭാപ്രസംഗിയുടെ പുസ്തകം, ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം. ഇങ്ങനെ 3 പുസ്തകം ശലോമോൻ്റേതായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ശലോമോൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നത് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്രായേൽ എന്നാണ് ശലോമോൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നത്. ശലോമോൻ്റെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഇസ്രായേൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വളരെ സൗഭാഗ്യകരമായ ദൈവിക നീതിയോടും ദൈവിക പരിജ്ഞാനത്തോടും ദൈവിക വിവേകത്തോടും ദൈവത്തിൻ്റെ കൃപയോടും കൂടെ ദൈവജനത്തെ നയിച്ചതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജാവായിരുന്നു ശലോമോൻ എന്ന് പറയുന്നത്. ഈ ശലോമോനെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയാണ് ഈ ശലോമോനെക്കുറിച്ചുള്ളതായ ചരിത്രം നാം ദൈവവചനത്തിൽ വിശദമായിട്ട് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ശലോമോൻ്റെ ആ ചരിത്രം നാം തുടങ്ങുന്നത് ശലോമോൻ്റെ ബാല്യകാലം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായൊരു തുടക്കമായിരുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ശലോമോൻ്റെ ആദ്യകാലത്ത് നയിച്ചിരുന്നത്. എന്നാൽ ദാവീദിൻ്റെ ആ ജീവിതത്തിൻ്റെ അവസാനത്തോടടുത്തപ്പോൾ ശലോമോനെ ദാവീദിന് പകരം ഇസ്രായേലിലെ രാജാവാക്കുകയാണ്. ദാവീദിൻ്റെ മരണകാലം എടുത്തു. നമുക്ക് വായിച്ച് കേൾക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക. പ്രിയപ്പെട്ടവരെ, ദാവീദ് തൻ്റെ മരണകാലം വന്നപ്പോൾ, മരണാസന്നനായപ്പോൾ ശലോമോനെ വിളിച്ചിട്ട് രാജാവാക്കുകയാണ്. അവനോട് പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക. വീണ്ടും അങ്ങനെ ശലോമോൻ രാജാവാവുകയാണ്. 2-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നെ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രായേലിൽ വാണകാലം 40 സംവത്സരം. അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരുശലേമിൽ 33 സംവത്സരവും വാണു. പ്രിയപ്പെട്ട 33 സംവത്സരം അവിടെ വാഴുകയുണ്ടായി. അങ്ങനെ 40 സംവത്സരക്കാലം ദാവീദ് ഇസ്രായേൽ രാജാവായിട്ട് വാണു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ശലോമോൻ രാജാവായി സിംഹാസനത്തിലേക്ക് വരികയാണ്. ആ സിംഹാസനത്തിൽ ഇരുത്തിയ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ആ യുവരാജാവ് ദൈവസന്നിധിയിൽ വളരെ സന്തോഷകരമായൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ കഴിക്കുകയാണ്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, ഈ ശലോമോൻ രാജാവിന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവിക പ്രത്യക്ഷത ലഭിക്കുകയാണ് ശലോമോന്. വീണ്ടും വായിക്കാം. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ഇവിടെ ദൈവം ശലോമോനോട് ചോദിക്കുകയാണ്. ശലോമോനെ, നിനക്ക് വേണ്ടുന്ന വരം ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? നീ വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ശലോമോൻ പ്രാർത്ഥിക്കുകയാണ് വളരെ എളിമയോടെ, വളരെ വിനയത്തോടെ, വളരെ ദൈവഭയത്തോടെ. ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ എൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ നീ ഇരുത്തിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. ഈ രാജ്യം ഭരിക്കുവാൻ, ഒരു സിംഹാസനത്തിലിരുന്ന് ഈ രാജ്യത്തെ ഭരിക്കുവാൻ, കാര്യാദികൾ നോക്കുവാൻ എനിക്ക് കഴിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ ഈ വലിയ ഇസ്രായേൽ ജാതിയെ മുഴുവൻ നടത്തുവാനുള്ള പ്രാപ്തി എനിക്കില്ല എന്ന് വിനയത്തോടെ ശലോമോൻ ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്. എന്തൊരു വിനയമാണത്, എന്തൊരു എളിമയാണ്. പിന്നെ ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ്, കർത്താവെ, അതുകൊണ്ട് ഈ വലിയ ജനസമൂഹത്തെ നയിക്കുവാനുള്ള വിവേകം എനിക്കില്ല. അതുകൊണ്ട് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഇത് വിനയത്തോടെ ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യം. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ അത് മാത്രമല്ല, നിന്റെ ഈ വലിയ ജനത്തെ ന്യായപാലനം നടത്തുവാൻ
ആർക്ക് കഴിയും? ആർക്ക് കഴിയും? നീ തരുന്ന വിവേകമില്ലാതെ, നിന്റെ കൃപയില്ലാതെ, നിന്റെ ആത്മാവില്ലാതെ, നിന്റെ പരിജ്ഞാനമില്ലാതെ ഈ വലിയ ജനസമൂഹത്തെ എങ്ങനെ എനിക്ക് നടത്താൻ കഴിയും? ഞാനൊരു ബാലനല്ലേ, എനിക്കുള്ള കഴിവില്ല, അതിനുള്ള പ്രാപ്തിയില്ല, അതിനുള്ള ബുദ്ധി എനിക്കില്ല. കർത്താവേ, അതിനുള്ളൊരു വിവേകം നീ എനിക്ക് തരണം. അടുത്ത വാക്യം. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. കർത്താവിന് പ്രസാദമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം പ്രസാദിക്കുന്നതാണോ? ദൈവം സന്തോഷിക്കുന്നതാണോ? ഹിതപ്രകാരമുള്ളതാണോ? നമ്മുടെ പ്രാർത്ഥനകൾ ആത്മീയമാണോ? അതെയോ എല്ലാം ജഡീകവും ലൗകികവുമാണോ? ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹം മാത്രമാണോ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? നാം തിരുവചനത്തിൽ വായിക്കുന്നു, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ദൈവം പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. നമ്മുടെ ഈ ആളത്വത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ, ദൈവത്തിന് മറുപടി ലഭിക്കുകയുള്ളൂ. ഇവിടെ ശലോമോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ വലിയ കൂട്ടം ജനത്തെ നടത്തുവാൻ ഒരു വിവേകമുള്ളൊരു ഹൃദയം, അത് ദൈവത്തിന് പ്രസാദമായി, ദൈവം സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് മറുപടിയായി ദൈവം എന്താണ് പറയുന്നത്? 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം അവനോട് അരുളിച്ചത് എന്തെന്നാൽ, ദൈവം ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന, ഈ ദൈവജനത്തെ നടത്തുവാനുള്ള ന്യായപാലനത്തിലുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് അവന്റെ അപേക്ഷ പ്രകാരം ദൈവം കൊടുത്തു. കാരണം ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. പിന്നെ അടുത്ത വാക്യം, ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ജ്ഞാനവും വേഗമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. നിന്നെ പോലെ ഒരു രാജാവിനെ ഉണ്ടാവുകയുമില്ല. ഓ, ദൈവത്തിന്റെ എത്ര വലിയ വാഗ്ദത്തമാണ്! ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം പ്രാർത്ഥനയിൽ പ്രസാദിച്ചു, ദൈവം പ്രാർത്ഥന സാധിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, വരുംകാലങ്ങളിലേക്കുള്ളതായ വാഗ്ദത്തം കൂടെ. നിന്നെപ്പോലെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി നിന്നെപ്പോലെ ഒരു രാജാവ് ഉണ്ടാകാനും പോകുന്നില്ല. ദൈവം പറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവം കൊടുത്ത വാഗ്ദത്തമല്ലേ ഇത്? ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താ? ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശലോമോന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചത് മാത്രമല്ല, വലിയ സമ്പത്തും വലിയ ജ്ഞാനവും ദൈവം ശലോമോന് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ ഒരു സൗഭാഗ്യമാണ് ശലോമോന് ലഭിച്ചത്! ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം ശലോമോൻ അപേക്ഷിച്ചതെല്ലാം ദൈവം ശലോമോന് കൊടുക്കുകയാണ്. അങ്ങനെ സൗഭാഗ്യകരമായ ഒരു അനുഭവത്തിൽ കൂടെ ശലോമോൻ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നാം വായിക്കുമ്പോൾ ചില വ്യവസ്ഥകളിന്മേൽ ദൈവം ശലോമോനെ അനുഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ച്. 3-ാം അധ്യായം 14-ാം വാക്യം. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ വ്യവസ്ഥ വയ്ക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ദൈവിക പ്രത്യക്ഷത ലഭിക്കുന്നുണ്ട്, ദൈവിക വാഗ്ദത്തങ്ങൾ ശലോമോന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവം ചില വ്യവസ്ഥകൾ വയ്ക്കുകയാണ്. വ്യവസ്ഥയിൽ മേലാണ് ദൈവത്തിന് അനുഗ്രഹം എന്നും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വായിക്കാമോ? നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ, നീ എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പിച്ച് എന്റെ വഴികളിൽ നീ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തെ സ്നേഹിച്ച് നീ നടന്നാൽ ഞാൻ ഈ അനുഗ്രഹമൊക്കെ നിനക്ക് തരാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 6-ാം അധ്യായം 11 മുതലതായ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെയും ദൈവം ചില വ്യവസ്ഥകൾ വയ്ക്കുകയാണ്. 6-ാം അധ്യായം 11 മുതലതായ വാക്യം. ശലോമോന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എൻ്റെ ചട്ടങ്ങളെ ആചരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടന്നാൽ, ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ, ദൈവത്തെ സ്നേഹിച്ച് നടന്നാൽ ഈ അനുഗ്രഹമൊക്കെ നിനക്ക് തരാമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്.
അല്ലാതെ നാം നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടം പോലെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവത്തിന് അനുഗ്രഹം നമുക്ക് കിട്ടുകയില്ല. ദൈവം ചില വ്യവസ്ഥകൾ വെച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അഭിഷേകം ചെയ്തവനാണ്. നമുക്കറിയാം, ശൗലിന് ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയതല്ലേ ഒരിക്കൽ. ദൈവത്തിന് പരിശുദ്ധാത്മാവ് തേജസ്സോടെ ഇറങ്ങി വന്നതല്ലേ. പക്ഷേ ജീവിതത്തിൽ വചനമനുസരിക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിയപ്പോൾ അഭിഷേകം മാറിപ്പോയി. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അഭിഷേകം കിട്ടിയതായിരുന്നു. പക്ഷേ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അഭിഷേകം മാറിപ്പോയി. എന്നും ഈ അഭിഷേകം നിൽക്കുകയില്ല. നമുക്കറിയാം, ശിംശോൻ ദൈവത്തിന് അഭിഷിക്തനായിരുന്നു, നാസീർ വ്രതസ്ഥനായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ കൂടെ ശക്തിയോടെ ഇറങ്ങി വന്നവനായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നിന്ന് പാപം മാറാത്തത് കൊണ്ട് അഭിഷേകം പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ അഭിഷേകം ലഭിച്ചവരായിരിക്കാം. പക്ഷേ ഇന്ന് അഭിഷേകം എൻ്റെ തലമേലുണ്ടോ? ഒരിക്കൽ അഭിഷേകം ലഭിച്ചു എന്നുള്ളതുകൊണ്ട്, ഒരിക്കൽ അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതുകൊണ്ട്, ഒരിക്കൽ ആത്മാവിന് ലഭിച്ചു എന്നുള്ളതുകൊണ്ട് മരണം വരെ അത് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. അത് ജീവിതത്തിൽ പാപം വന്നാൽ, ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ, നാം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ഈ ലോകത്തിന് അടിമയായി തീർന്നാൽ, നമ്മുടെ ഹൃദയത്തിൽ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഈ അഭിഷേകം മാറിപ്പോകും. അതാണ് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ചില വ്യവസ്ഥകളെല്ലാം വയ്ക്കുകയാണ് ശലോമോൻ്റെ മുമ്പിൽ. നീ എൻ്റെ വചനം പ്രമാണിച്ച് നിന്റെ അപ്പൻ നടന്നതുപോലെ ദൈവത്തിന് വചനമനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശലോമോൻ ദൈവാലയമെല്ലാം പണിത് തീർത്തു. അതിൻ്റെ പ്രതിഷ്ഠയാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആലയ പ്രതിഷ്ഠ 8-ാം അധ്യായം മുഴുവൻ അതിൻ്റെയാണ്. അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിന് മറുപടി എന്നോണം 9-ാം അധ്യായം 4 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കാം. 9-ാം അധ്യായം 4 മുതലുള്ളതായ ചില വാക്യങ്ങൾ. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ. പ്രിയപ്പെട്ടവർ, ഇവിടെയും ദൈവം ചില വ്യവസ്ഥകൾ പറയുകയാണ്. നീ എന്നെ അനുസരിച്ച് നടന്നാൽ, എൻ്റെ ചട്ടങ്ങളിൽ നീ നിലനിന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കൊരു തലമുറ ഉണ്ടാകാതെ വരികയില്ല എന്ന് ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിക്കാം. ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതായിരുന്നു, വ്യവസ്ഥകളിന്മേൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥിരമാക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തതായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ സങ്കടകരമായ ഒരു പരിവസയായിട്ട് ശലോമോൻ മാറുകയാണ്. ഒരു ദുഃഖകരമായ അനുഭവത്തിലേക്ക് ഈ ശലോമോൻ തീരുകയാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിച്ചത്? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. അത് ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ശലോമോൻ അവസാന കാലഘട്ടമായപ്പോഴത്തേക്കും ഇതാ അന്യജാതികളിൽ നിന്ന് സ്വന്തം ഭാര്യമാരെ എടുക്കുകയാണ്. അത് ദൈവം വിലക്കിയിട്ടുള്ളതാണ്, ദൈവം നിരോധിച്ചിട്ടുള്ളതാണ്. അമോര്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ അവരുടെ 10-ാമത്തെ തലമുറ പോലും ദൈവസന്നിധിയിൽ വരരുതെന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. എന്നാൽ ആ ജാതികളിൽ നിന്ന് ശലോമോൻ സ്വന്തം ഭാര്യമാരെ എടുക്കുകയാണ്. വീണ്ടും വായിക്കാം. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചയരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയരുത്. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അത് ദൈവത്തിന് വചനമാണ്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും. നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് തിരിക്കാൻ സാധ്യതയുണ്ട്. അന്യദേവന്മാരിലേക്ക് നിങ്ങളുടെ ഹൃദയം മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ അന്യജാതികളോട് ഹൃദയം കൊണ്ട് പറ്റിച്ചേർന്നു ശലോമോൻ. ദൈവത്തോടുള്ള സ്നേഹം വിട്ടുപോയി, ദൈവത്തിന് വാഗ്ദത്തങ്ങൾ മറന്നുപോയി. ദൈവം തനിക്ക് തന്നതായ ആ സ്വർഗീയ സൗഭാഗ്യങ്ങൾ, സ്വർഗീയ വാഗ്ദത്തങ്ങളെല്ലാം ശലോമോൻ മറന്നുപോയി. അന്യജാതികളിലേക്ക് ഹൃദയം പറ്റിച്ചേരുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇതാ വഴിതിരികയാണ്, ലക്ഷ്യം മാറുകയാണ്, ഈ ലോകത്തിലേക്ക് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ ആരാധിക്കുവാൻ ഇസ്രായേലിൽ യെരൂശലേമിൽ ദേവാലയം പണിത ഇതേ ശലോമോൻ വിഗ്രഹാരാധനയിലേക്ക് മാറുകയാണ്.
വിഗ്രഹാരാധികളായ ഭാര്യമാരെ സ്വന്തം ഭാര്യമാരായിട്ട് എടുക്കുകയാണ്. ഹൃദയം മാറിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിൻ്റെ 9-10 വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 9-10 വാക്യങ്ങൾ. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുത് എന്ന് കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. ദൈവം ശലോമോനോട് കോപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അവസാനം വന്നപ്പോഴത്തേക്കും വഴിതിരിഞ്ഞു പോവുകയാണ്, ലക്ഷ്യം മാറിപ്പോവുകയാണ്, ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിലേക്ക് പോവുകയാണ്, ഈ ലോകത്തിന്റെ അശുദ്ധിയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ്. നല്ല തുടക്കമായിരുന്നു ശലോമോന്റെ, നല്ല ആരംഭമായിരുന്നു, നല്ലതുപോലെ തുടങ്ങിയതായിരുന്നു. എന്നാൽ അവസാനം വന്നപ്പോഴത്തേക്കും ലക്ഷ്യം മാറിപ്പോയി, വഴിതിരിഞ്ഞു പോയി. ദൈവത്തിൻ്റെ വചനം ഗലാത്യലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചവരായിരിക്കാം, ഒരു വീണ്ടും ജന്മം ലഭിച്ചവരായിരിക്കാം. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇന്ന് നിങ്ങൾ ആത്മാവിൽ തുടർന്ന് ജീവിക്കുകയാണോ, അതെയോ ഈ ലോകത്തിലേക്ക് പോവുകയാണോ? ഇന്ന് ജഡീകമായ ആഗ്രഹങ്ങളിലേക്ക് പോയിരിക്കുകയാണോ? നമ്മുടെ കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നുണ്ട്, അധർമ്മം പെരുകിയതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. അവസാനത്തോളം സഹിച്ചു നിൽക്കണം പ്രിയപ്പെട്ടവരെ. ഇടയ്ക്ക് ലക്ഷ്യം മാറരുത്. ഇന്ന് അനേകർ ഇതാ വഴിമധ്യേ വീണ് കിടക്കുകയാണ്, അനേകർ പട്ടുപോയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ അവസ്ഥ എന്താണ്? നീ ഇന്ന് ആത്മാവിൽ നല്ല ജ്വാലയോടെയാണ് നിൽക്കുന്നത്, അത് ഏതെങ്കിലും ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി വീണ് കിടക്കുകയാണോ? ഏതെങ്കിലും പിശാച് ഒരുക്കിയതായ കെണികളിൽ നീ വീണ് കിടക്കുകയാണോ? ഏതെങ്കിലും കുഴിയിൽ നീ പട്ടുപോയിരിക്കുകയാണോ? ഏതെങ്കിലും കീൽ കുഴിയിൽ നീ വീണ് കിടക്കുകയാണോ? നിന്റെ ആത്മീയ അവസ്ഥ എന്താണ്? ശലോമോനെ പോലെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നീ വഴിതെറ്റിപ്പോയിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് കൃപായുഗമാണ്. ഏത് പാപിക്കും രക്ഷയുള്ള കാലമാണിത്. ഇന്ന് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഓടി വരാം. ദൈവത്തിന് വചനം പറയുന്നു, നമ്മെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന്. നമുക്കൊരു സ്വർഗീയ മഹാപുരോഹിതനുണ്ട്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനല്ല, സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തേക്ക് വരിക എന്നാണ് ദൈവത്തിന് വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റബോധം കിട്ടുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ ഇന്ന് വീണ് കിടക്കുകയാണല്ലോ, ഞാനിന്ന് പരാജയപ്പെട്ട് കിടക്കുകയാണല്ലോ, പിശാചിനെ ചില കുഴികളിൽ വീണിച്ചിരിക്കുകയാണല്ലോ, എനിക്ക് കരകയറണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. ക്രൂശിൻ ചൂട്ടിലേക്ക് വരിക. യേശു ക്രിസ്തുവിന്റെ രക്തമുണ്ട് നിങ്ങളെ കഴുകുവാൻ, നിങ്ങളുടെ പാപം ക്ഷമിക്കുവാൻ, നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ കഴുകിയെടുക്കുവാൻ, നിങ്ങൾക്ക് പഴയ തേജസ് തരുവാൻ യേശു ജീവിക്കുന്നുണ്ട്. യേശുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവിൻ്റെ വചനമാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് വരിക. അവൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ പാദത്തിൽ നിങ്ങൾ സമർപ്പിക്കുക. അവനോട് നിങ്ങൾ വാക്ക് പറയുക, യേശുവേ, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ. പല വീഴ്ചകളും പല പരാജയങ്ങളും പിശാചിന് ഇടം കൊടുത്തു പോയ ചില സാഹചര്യങ്ങളെല്ലാം വന്നുപോയി, എല്ലാം ക്ഷമിച്ചു തരണമേ, എല്ലാം കഴുകി തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങൾ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് വിശ്വാസത്തോടെ വരുന്നുണ്ടോ? നിങ്ങൾ ആ തിരുരക്തത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുണ്ടോ? യേശു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതമാൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം വരുന്നുണ്ടോ? യേശുവേ, ഇന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ ഒരു കാതുളച്ച അടിമ, എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, എന്നെ അവിടുന്ന് തൊടണമേ, നിന്റെ തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരണമേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. കർത്താവേ, വചനം കേട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അടികൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണമേ. ആമേൻ.